വെൽക്കം ടു എനർജി ടോക്ക് വിത്ത് EMC. 2025 നവംബർ 15 യശശരീരനായ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ കേരളയുടെ സ്ഥാപക ഡയറക്ടർ ശ്രീ VK ദാമോദരനെ നാം ഇന്ന് ആദരവോടെ അനുസ്മരിക്കുകയാണ്. ഊർജ്ജ കാര്യക്ഷമത, സുസ്ഥിരമായ പരിസ്ഥിതി സൗഹൃദ രീതികൾ, പുനരുപയോഗ ഊർജ്ജ സാധ്യതകൾ, പൊതുജനത്തിന് ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം എന്നിവയ്ക്കായി കേരളത്തിലും രാജ്യാന്തര തലത്തിലും ജീവിതം സമർപ്പിച്ച ദീർഘദർശിയായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അധ്യാപകൻ, എഴുത്തുകാരൻ, ശാസ്ത്രചിന്തകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ അദ്ദേഹം നിസ്തുലമായ സംഭാവനകൾ നൽകി. ശ്രീ VK ദാമോദരൻ്റെ അമൂല്യമായ വിവേകവും വ്യക്തിപരമായ വിനയവും ലക്ഷ്യബോധത്തോടെയുള്ള അശ്രാന്ത പരിശ്രമവും വരും തലമുറകൾ എന്നും വലിയ പ്രചോദനമായി നിലനിൽക്കും. എനർജി ടോക്ക് വിത്ത് EMCയുടെ ഈ പ്രത്യേക അധ്യായത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അതുല്യമായ പൈതൃകത്തിനു മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയും നമ്മുടെ സംസ്ഥാനത്തെ ഊർജ്ജ മാനേജ്മെൻറ്റ് മേഖലയുടെ ഭാവിക്ക് അടിത്തറ പാകിയ ആ വഴികാട്ടിയെ സ്മരിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ഊർജ്ജ ഉപയോഗം സമീപകാലത്തെങ്കിലും ഇന്ത്യയെ ശരാശരി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം മുന്നിലാണ്. അതിന് കാരണം ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ കഴിഞ്ഞ ഒരു 30 വർഷങ്ങളിലധികമായി ജനകീയമായിട്ടുള്ള ഒരു ആവേശവും മുന്നേറ്റവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഇപ്പോൾ പുതുക്കപ്പെടാവുന്ന ഊർജ്ജങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുകയും മൊത്തത്തിൽ ക്ഷമതയ്ക്കും പുറമെ നമ്മൾ പുതുക്കപ്പെടാവുന്ന ഊർജ്ജത്തിൻ്റെ ശതമാനക്കണക്കിലുള്ള പങ്ക് ഏതാണ്ട് പകുതിയോളമെങ്കിലും ആക്കണം എന്നുള്ള ഒരു പൊതു ലക്ഷ്യം നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്, ഇത് സാധിക്കേണ്ടത് ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സ്ഥാപനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇതേക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഒരു വിചിന്തനം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ജനങ്ങളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി അല്പം പണം കൂടുതൽ ചെലവാക്കേണ്ടി വന്നാലും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ തനിക്കും തൻ്റെ തുടർന്ന് വരുന്ന ജനറേഷനിലുള്ള, അതായത് തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും തുടർന്നുള്ള ആളുകൾക്കും ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിലാണ് കാര്യം നടക്കുന്നത്. യൂറോപ്പിലും മറ്റ് പല രാജ്യങ്ങളിലും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിന് പ്രധാന കാരണം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ള ഗവൺമെൻറ് ബോഡികളെ, ഉദാഹരണത്തിന് നമ്മളിവിടെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ ഒക്കെ നമ്മൾ ആ കണക്കിൽ കാണണം. അവരുടെ എല്ലാം പദ്ധതികളിൽ നമ്മൾക്കിത് ഉണ്ടാകത്തക്ക രീതിയിൽ സാങ്കേതികമായിട്ടുള്ള സ്ഥാപനങ്ങൾ അവർക്ക് നേതൃത്വവും ആശയവും പ്രവർത്തന രൂപങ്ങളും നൽകുകയും ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രസ്ഥാനമുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 2031 ആകുമ്പോഴേക്ക് കേരളത്തിന് നിശ്ചയിച്ചിട്ടുള്ള ആ കോട്ട തികയ്ക്കുവാൻ മാത്രമല്ല അതിനെ അധികരിച്ച് നമ്മൾ നേടാനും സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് മാറാൻ കഴിയും. അത് കേരളം ഇത്തരം മിഷനുകളിൽ കൂടി ചുരുങ്ങിയ കാലം കൊണ്ട്, നമ്മളെ ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങിയ കാലം മുതൽക്ക് സാക്ഷരത മിഷൻ, അതുപോലെ തന്നെ ജനകീയ ആസൂത്രണം, ഇങ്ങനെ ഒട്ടേറെ പരിപാടികൾ, ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഒട്ടേറെ മിഷനുകൾ കേരളത്തിൽ നടത്തി നമുക്ക് ജനങ്ങൾക്കും വളരെയധികം പരിചയവും തഴക്കവുമുള്ള ആ ഒരു ചിന്താഗതിയെ നമ്മൾ വീണ്ടും തട്ടിയുണർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കിത് നേടാൻ കഴിയും. ഇന്നത്തെ ഇവിടുത്തെ ചർച്ചകൾ ഇതിലേക്ക് തിരിയുമെന്നും ഇതിനുള്ള വളരെ മൂർത്തമായ നിർദ്ദേശങ്ങൾ ഇതിൽ വരുന്ന ഓരോ പ്രസൻറ്റേഷനിലും ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനർജി ടോക്ക് വിത്ത് EMC, അറിവിന് ഊർജ്ജം പകരാം.